Neet Master Malayalam YouTube channel മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസ് 12th ചാപ്റ്റർ 1 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഗോസസ് ലോയുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത് പോയിൻ്റ് ചാർജുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പോയിൻ്റ് ചാർജ് എന്തുകൊണ്ട് ഉപയോഗിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ച് പറഞ്ഞത്. പക്ഷേ നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ പോയിൻ്റ് ചാർജുകൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐഡിയൽ പോയിൻ്റ് ചാർജുകൾ ഒരിക്കലും കിട്ടുകയില്ല. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതേ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡസ്റ്ററിനെ കാണിക്കാം. ഇതിനാണ് ചാർജ് എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ എന്തായാലും പോയിൻ്റ് ചാർജ് അല്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയേണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. പിന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്, അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതെന്തുട്ടാന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ വേറൊരു ടേമിനെയും കൂടി ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടേമാണ് ചാർജ് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതായത് വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും, സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും, ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും, പലതരത്തിലുണ്ട്. അതായത് നമ്മൾ ഓരോ വ്യത്യസ്ത ബോഡീനെ കൺസിഡർ ചെയ്യുമ്പോഴും അതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ എലമെൻറ്റ്, അത് ചെറിയ എലമെൻറ്റിൻ്റെ ചാർജ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അത് ബോഡി അനുസരിച്ചപ്പോൾ ചാർജ് ഡെൻസിറ്റിയുടെ ടൈപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോഡീനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇതെന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറാണെന്ന് വിചാരിച്ചാൽ ഇതിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് ഇത്ര പോകുന്ന കഷ്ണത്തിൽ ആകമൊത്തം എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലൈനായിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ചാർജ് ഡെൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യണത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ ഉപയോഗിച്ചിട്ടാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ചാർജ് ഡെൻസിറ്റി ലീനിയറുമാണ്. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അടുത്തതായിട്ട് ഇതുപോലൊരു ബോഡീനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഇൻഫിനിറ്റായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷീറ്റാണ്. ഷീറ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും തിക്നെസ് കൺസിഡർ ചെയ്യണില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെറുതെ ഒരു തുണി പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ചാർജ് ഉള്ള ഒരു തുണിയായിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ചാർജ് എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചാർജ് ഡെൻസിറ്റി ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതിലേത് ചാർജ് ഡെൻസിറ്റി? ഇതൊരു ഷീറ്റാണ്, തിക്നെസ് ഇല്ല, അതായത് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയും സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സിഗ്മ ഉപയോഗിച്ചിട്ടാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇതിൻ്റെ ഏരിയ എ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ചാർജ് ഡി ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എ, അതായത് ഇതിൻ്റെ ഒരു ചെറിയ ഏരിയ. ഇനിയല്ല, ഇപ്പോൾ പറഞ്ഞ ഷീറ്റ് എന്ന് പറയുന്നത് തിക്നെസ് നമ്മൾ നെഗ്ലിജിബിളായിട്ട് അസ്യൂം ചെയ്യേണ്ടതാണ്. ഇനി അതുപോലത്തെ വല്ല ബോഡി വല്ല ഇതുപോലെ ഇരിക്കണതാണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിന് ചാർജ് ഉള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ എലമെൻറ്റ്, അതായത് ചെറിയ ക്യൂബ്, ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി ഉപയോഗിക്കുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റീനെ നമുക്ക് ഇപ്പോൾ റോ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. റോ ഇസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് വോളിയം. വോളിയത്തിനെ നമ്മൾ വി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ചെറിയ എലമെൻറ്റിൻ്റെ ചാർജ് ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി വി, ആ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ വോളിയം ഇൻറ്റു റോ. ഇപ്പം നമ്മൾ പലതരം ചാർജ് ഡെൻസിറ്റികളെ കുറിച്ചും പലതരം ബോഡികളെ കുറിച്ചും പറഞ്ഞു. അവയ്ക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കേണ്ടത്, ഇനി അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഈ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ എന്ന് പറയുന്നത്. അതാണ് ഗോസസ് ലോ. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് മറ്റൊരു കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഗോസിയൻ സർഫസ്. ഗോസസ് ലോ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സർഫസിനെയാണ് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനത്തെ ആവും, വേണമെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആവും, ചിലപ്പോൾ ഒരു ക്യൂബിക്കൽ സർഫസ് ആവും. അങ്ങനെ എങ്ങനെയാണെങ്കിലും ക്ലോസ്ഡ് സർഫസ് ആയിട്ടുള്ള എന്തിനേയും നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗോസസ് ലോ പറയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോഡീനെ കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ എലമെൻറ്റിനെ നമുക്ക് നോക്കാം. ഇതുപോലെയായിട്ട് ഈ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ്. അപ്പോൾ അതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് അതിന് നോർമലായിട്ട് ഇതാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ഈ ഒരു ചെറിയ വസ്തു കൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഇ എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ഗോസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
closed surface integral E dot ds is equal to q divided by epsilon 0. ഈ ഇ ഡോട്ട് ടി എസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഗോസസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബോഡീനെ കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഗോസിയൻ സർഫസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് നമ്മൾ ഈ കേസ് സിലിണ്ടറിക്കലായിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതേ R തന്നെയാണ്, അതായത് ലൈനിൽ നിന്ന് പോയിൻ്റ് പിയുടെ ഡിസ്റ്റൻസ്. നമുക്ക് ഇതുപോലൊരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് 3 സർഫസുകൾ കാണാനുണ്ട്. ഇങ്ങനൊരു സർഫസ് ഉണ്ട്, ഇതുപോലൊരു സർഫസ് ഉണ്ട്, ഇതുപോലൊരു സർഫസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ മാർക്കർ ഉപയോഗിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ളൊരു സർഫസും ഉണ്ട്, ഈ ഒരു സർഫസും ഉണ്ട്, ഇങ്ങനെയുള്ളൊരു സർഫസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയയിലത്തെയും ഫ്ലക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഗോസ് ലോ വെച്ച് പറഞ്ഞു തരുന്നത്. അതായത് ഫൈ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് ഗോസസ് ലോ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇവിടെ 3 സർഫസ് ഉണ്ട്. അപ്പോൾ 3 ഫ്ലക്സുകളുടെയും സമ്മുകളായിരിക്കും. അപ്പോൾ ഫൈ 1 പ്ലസ് ഫൈ 2 പ്ലസ് ഫൈ 3 ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ സർഫസിന് നമുക്ക് 1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും നമുക്ക് നമ്പർ കൊടുക്കാം. ഇതിൽ ഈ ഫോർമുല നോക്കുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ സർഫസുകളുടെയും ഡി എസും ഇയും തമ്മിലുള്ള ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഡി എസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഡി എസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സർഫസിന് നേരെ നോർമലായിരിക്കും. അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇനും. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല, ഈ ഡി എസ് എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷേ ഈ 2 സർഫസുകളുടെ കേസുകൾ അങ്ങനെയല്ല. ഇവിടുത്തെ എന്ന് പറയുന്നത് ഡി എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും, എന്നാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. എന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർഫസിലെയും തേർഡ് സർഫസിലെയും ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫൈ 2 മാത്രമേ ഉള്ളൂ. ഫൈ 2 ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ ഒരു സർഫസിൻ്റെ ഫ്ലക്സ് ആണ് ഫൈ 2. പക്ഷെ നമുക്ക് ഫ്ലക്സ് അല്ല ചോദിച്ചേക്കുന്നത്, നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചേക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രൽ ഇ ഡി എസ് എന്ന് കൊടുക്കണം. ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത് ഒന്ന് L എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, ഈ ചെറിയ കഷ്ണത്തിൻ്റെ ലെങ്ത്ത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ലൈനും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവും തോറും അത് മാറില്ല. അപ്പോൾ ഈ ഈനെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി ഇൻ്റഗ്രൽ ഡി എസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ മൊത്തം ഏരിയ അല്ലേ കിട്ടുക. ആ മൊത്തം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2πr ഇൻറ്റു എൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എഴുതാം, ഇ ഇൻറ്റു 2πr ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് ഇ മാത്രം ആവശ്യമുള്ള, അപ്പോൾ ഈനെ മാത്രം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇടാം. ഇംപ്ലൈസ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു എൽ. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നുള്ളൊരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ക്യൂ ഡിവൈഡഡ് ബൈ എൽ. നമ്മളിവിടെ നോക്കൂ, ക്യൂ ബൈ എൽ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, ഇ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 ഇൻറ്റു ആർ. ഇതാണ്
നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് കൂടുന്തോറും കുറഞ്ഞു വരും. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. ഇതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് ഈ കേസിലും. ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്, ചാർജ്ഡ് ഷീറ്റാണിത്. അപ്പോൾ ആ ഷീറ്റിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റ് പി എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് ആറാണ്. ഈ പോയിൻ്റ് പി യിൽ ഈ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഗോസസ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഗോസസ് ലോ ആദ്യം തന്നെ ഒരു ഗോസിയൻ സർഫസ് ഡിഫൈൻ ചെയ്തിട്ട് ഗോസസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇതാണ് നമ്മുടെ ഫോർമുല. അടുത്ത കേസ് എന്ന് പറയാനായിട്ടുള്ളത് ചാർജർ സ്ഫിയറിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് പി സ്ഫിയറിനകത്താണ്. അത് മാത്രമേ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തവണയും കൺസിഡർ ചെയ്യാൻ പോകുന്ന ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ തന്നെയാണ്. റേഡിയസ് ആറാണ്. ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൻ്റെ അതേ പോയിന്റിൽ തന്നെയായിരിക്കും ഈ ഗോസിയൻ സർഫസ് ആയിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്ററും. അതിൻ്റെ റേഡിയസ് ആറാണ്. പിന്നെ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോസസ് ലോ എഴുതണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്നല്ലേ. അപ്പോൾ ഈ ക്യൂക്ക് പ്രത്യേകതയുണ്ട്. ഈ ക്യൂ എന്ന് പറയുന്നത് ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജിന്, ആ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജിനാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഗോസിയൻ സർഫസ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ സ്ഫിയറാണ്. ഈ സ്ഫിയറിനകത്തൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ചാർജ് ഒന്നും എൻക്ലോസ് ചെയ്തിട്ടില്ല. അതായത് ഫ്ലക്സ് 0 ആണ്. അതായത് ഇതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഒരു കണ്ടക്ട് ചെയ്യുന്നൊരു സംഭവം ഉൾവശം ഹോളോയാണോ ആ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെ വേറൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഫാരഡേ കേജ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പോലെ ടെസ്ല കോയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഇതൊരു കോഴിക്കൂട് മരത്തൊരു സാധനത്തിനകത്തിരിക്കുന്നത്. ആ കോഴിക്കൂടല്ല, അതിനെയാണ് ഫാരഡേ കേജ് എന്ന് പറയുന്നത്. അതെന്ന് പറയണത് ഈ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് മാത്രമല്ല കണ്ടിട്ടുണ്ടാവുക, നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഈ KCBയുടെ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ഒരു കമ്പി വെച്ചിട്ടുള്ളൊരു കൂടിനകത്തിരിക്കുന്നത്. അതും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇടിവെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ട്രാൻസ്ഫോർമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഈ കൂടിരുന്ന് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ ഷെല്ലിൻ്റെ ഉൾവശത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടില്ല. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് പല എൻട്രൻസ് എക്സാമുകളുടെ കുറേ ക്വസ്റ്റ്യൻസും ഈ ഗോസസ് ലോനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്ക് മാസ്റ്റർ ചെയ്യണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഇതുപോലൊരു ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യം ജിയോമെട്രിക് സെൻറ്ററിൽ ഒരു +Q ചാർജ് തന്നിട്ടുണ്ട്. ആ ക്യൂബിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് A ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഫേസിലൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോസസ് ലോ തന്നെ അപ്ലൈ ചെയ്യാം. ഗോസസ് ലോ പറയുന്നത് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. Q എന്ന് പറയുന്നത് ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. നമുക്കിവിടെ ഗോസിയൻ സർഫസ് ആയിട്ട് ഈ ക്യൂബിനെ തന്നെ കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്നത് ജിയോമെട്രിക് സെൻറ്ററിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സിമെട്രിയുടെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഓരോ ഫേസിലൂടെയും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഫേസിലൂടെയും വരുന്ന ഫ്ലക്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് 6 × 5' എന്ന് നമുക്ക് ആ ഫ്ലക്സിനെ പറയാം. 5' ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ 5' ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടി. ഇനി 5' എത്രയെന്ന് കണക്കാക്കണം. അതായത് ഒരു ഫേസിലൂടെ വരുന്നത് ഫ്ലക്സ് എത്രയാണ്, ഒരു ഫേസിലൂടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതൊരു E ആണെന്ന് നമുക്കറിയാം, വിചാരിക്കാം. അതിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് നമുക്കറിയാം. ഇനി ഈ ഒരു ഫേസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏരിയ വെക്റ്ററിൻ്റെയും ഡയറക്ഷൻ ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ E × ഏരിയ തന്നെ നമുക്ക് കൊടുക്കാം. ഏരിയ എന്ന് പറയുന്നത് ഒരു ഫേസിൻ്റെ A² ആയിരിക്കും. അപ്പോൾ E × A² ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ അവസാനത്തെ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. E ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 A². ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കലായിട്ടുള്ളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 × 10⁻⁴
കൂളം പെർ മീറ്റർ ക്യൂബ് ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിൽ നിന്നും 4 സെൻറ്റിമീറ്റർ അകലെയുള്ളൊരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ചാർജ് ഡെൻസിറ്റി നോക്കുക. ഈ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം പെർ മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബ് എന്തിൻ്റെ യൂണിറ്റാണ്? വോള്യം. ചാർജ് പെർ യൂണിറ്റ് വോള്യം ഇതെന്ന് പറയുന്നത് നമ്മുടെ വോള്യം ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു 2 × 10⁻⁴ കൂളം പെർ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ വോള്യം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഇസ് ഈക്വൽ ടു Q/V ആണ്. അപ്പോൾ ഈ ഒരു മൊത്തത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു റോ V ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിൽ ഈ പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഗോസസ് ലോ എന്ന് പറയുന്ന ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു Q/ε0 എന്നാണ്. നമ്മളുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത് ഇതേ സ്ഫിയർ തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് സിമെട്രി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഓരോ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണെന്ന്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മുടെ ഇവിടെ ഇൻ്റഗ്രൽ E.ds എന്ന് എഴുതുന്നിടത്ത് ആദ്യം തുടക്കത്തിൽ തന്നെ ds-ഉം ഇയും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും EDS തന്നെ നമുക്ക് നേരിട്ട് എഴുതാവുന്നതാണ്. ഈസ് ഈക്വൽ ടു Q/ε0 നമുക്ക് എഴുതാം. ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പുറത്തേക്ക് ഇടാം. E × ഇൻ്റഗ്രൽ ds ഇസ് ഈക്വൽ ടു Q/ε0 എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ അത് മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സ്ഫിയറിൻ്റെ ഏരിയ കിട്ടും. ആ മൊത്തം സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ ഏരിയ 4πr² ആണ്. അപ്പോൾ E × 4πr² ഇസ് ഈക്വൽ ടു Q ഇസ് ഈക്വൽ ടു റോ V എന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. റോ ഇൻറ്റു ഒരു സ്ഫിയറിൻ്റെ വോള്യം എന്താണ്? 4π3πr³ ഡിവൈഡഡ് ബൈ ε0. ഇതിൽ നിന്ന് r² r³ നിന്ന് ക്യാൻസലാകും. 4 ക്യാൻസലാകാം, പൈ ക്യാൻസലാകാം. അങ്ങനെ അവസാനം നമുക്ക് കിട്ടും എന്തെന്ന്? E ഇസ് ഈക്വൽ ടു റോ r ഡിവൈഡഡ് ബൈ 3ε0 എന്ന്. അതിന് ഓരോന്നിൻ്റെയും നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. റോയിൻ്റെ വാല്യൂ എന്നുള്ളത് 2 × 10⁻⁴ ഇവിടെ ചെയ്യാം നമുക്ക്. E ഇസ് ഈക്വൽ ടു റോ r ഡിവൈഡഡ് ബൈ 3ε0 ഇസ് ഈക്വൽ ടു റോ എന്ന് പറയുന്നത് 2 × 10⁻⁴, r എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, അതായത് 4 × 10⁻² മീറ്റർ ഡിവൈഡഡ് ബൈ 3 × ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻12 എന്ന് പറയുന്നതാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 3 × 10⁵ എന്ന് നമുക്ക് കിട്ടും. 3 × 10⁵. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? Newton/Coulomb. ഞാനിന്ന് പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നത്തെയും പോലെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ടോപ്പിക്കിൻ്റെ NCERT വായിച്ച് നോക്കുക. അപ്പം തന്നെ നിങ്ങൾ HC വർമ്മയിൽ ഗോസസ് ലോ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. നിങ്ങൾ PDF ഡൗൺലോഡ് എങ്ങനെയെങ്കിലും ചെയ്തോളും. അതൊന്ന് നോക്കുക. അതിലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും. അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഇതിന് പറ്റാവുന്ന അത്രയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഈ ടോപ്പിക്ക് മാസ്റ്റർ ചെയ്യണം എന്നുള്ളത് നീറ്റിൻ്റെ പ്രിപ്പറേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. ബൈ.